ഇന്ന് വാവയുടെ ചോറ് കൊടുപ്പായിരുന്നു. വാവയുടെ പേര് ആദിലക്ഷ്മി എന്നാണ് കേട്ടോ. ആദിലക്ഷ്മി PS എന്നാണ് വാവയുടെ ഫുൾ നെയിം. പുള്ളിക്കാരി രാവിലെ എല്ലാം കുളിച്ച് റെഡിയായി ഉടുപ്പൊക്കെ ഇട്ട് വന്നതാണ്. പക്ഷേ അമ്പലത്തിൻ്റെ അവിടെ വന്നപ്പം നല്ല വെയിലായിരുന്നു. നല്ല വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് നല്ലവണ്ണം ക്ഷീണിച്ചു പോയി. അപ്പോൾ ആ ക്ഷീണാവസ്ഥയിൽ ഉടുപ്പെല്ലാം ഞങ്ങളങ്ങ് ഊരി മാറ്റി. വാവയുടെ ദേഹത്ത് നല്ല വേർപ്പ് തുള്ളികളുണ്ട്. ദേഹമൊക്കെ നല്ലവണ്ണം വേർത്ത് ഇരിക്കുമോ വാവയുടെ. ഇപ്പം മാത്രമല്ല ആ ക്ഷീണം കാരണം പുള്ളിക്കാരിക്ക് ഉറക്കം വരുന്നുണ്ട്. താൻ എന്തിനാണ് ഇവിടെ വന്നത്, ആദ്യമായിട്ട് ചോദിച്ചു തിന്നാനാണോ എന്നൊന്നും പുള്ളിക്കാരിക്ക് അറിയില്ല. പുള്ളിക്കാരിക്ക് അതിനെ പറ്റി യാതൊന്നും ചിന്തിക്കാതെ എവിടെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള വിചാരത്തിലാണ് പുള്ളിക്കാരി. ഇതാണ് ശ്രീ മഹാദേവ ക്ഷേത്രം വലിയകുളം. ഇവിടെ വെച്ചാണ് ഞങ്ങൾ വാവയ്ക്ക് ചോറ് കൊടുക്കാൻ തീരുമാനിച്ചത്. ഏകദേശം വലിയൊരു അമ്പലമാണ്. ചുറ്റമ്പലങ്ങളും എല്ലാം ഉണ്ട്. അത് അമ്പലത്തിലെ കൊടിമരം വളരെ വൃത്തിയായിട്ട് ഭക്തിയോടുകൂടി സൂക്ഷിച്ചിരിക്കുന്ന ഒരമ്പലമാണ് ഇത്. അവിടെ ദുർഗാദേവിയുടെ ഭദ്രകാളി അമ്മയുടെ പ്രതിഷ്ഠയുണ്ട്. വാവയുടെ അടുത്തേക്ക് വാവയുടെ ചേട്ടത്തി വന്നിട്ടുണ്ട്. ചേട്ടത്തി എപ്പോഴും വാവയെ കളിപ്പിക്കണമെന്നൊരാഗ്രഹമാണ്. പുള്ളിക്കാരി ഞാൻ നോക്കിയപ്പോൾ എന്നെ നോക്കി ഒന്ന് ചിരിക്കുകയാണ്, പല്ല് കാണിച്ചൊന്ന് ചിരിച്ച്. പിന്നെ വാവയുടെ ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പുള്ളിക്കാരി. വാവയ്ക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്, ഉറങ്ങണം എന്നുള്ള വിചാരത്തിലാണ്. ഇത് അമ്മയുണ്ട്, അനിയനുണ്ട്, അച്ഛൻ്റെ ജ്യേഷ്ഠനുണ്ട്, കുഞ്ഞമ്മയുണ്ട്. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് വാവയുടെ ചോറൂണൽ കാണാനും വാവയ്ക്ക് ചോറ് കൊടുക്കാനായിട്ട്. ഈ അമ്പലത്തിൻ്റെ അവിടേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ നമുക്കവിടെ വളരെ പച്ചപ്പായിട്ട് കിടക്കുന്ന ആ സ്ഥലം കണ്ടോ, അവിടെയാണ് നമ്മുടെ ദേവി പ്രതിഷ്ഠയുള്ളത്. അപ്പം ഈ പ്രദേശത്ത് നിന്ന് കഴിഞ്ഞാൽ ഓരോ സമയം ഓരോ ദിക്കിൽ നിന്ന് വരുന്ന കാറ്റ് ശരീരത്തൂടെ കടന്നു പോകും. അത് തന്നെ നല്ലൊരു ആശ്വാസമാണ്. പിന്നെ അമ്പലത്തിൽ പൂജാ മന്ത്രങ്ങളും പാട്ടും ഭക്തി ഗാനങ്ങളും ഒക്കെ കേട്ട് ഇവിടെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ വളരെ മനസ്സിന് ടെൻഷൻസ് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. നമുക്കവിടെ ആവശ്യം പോലെ സമയം പ്രാർത്ഥിക്കാനുള്ള സ്ഥലമുണ്ട്. ആൾക്കാർ വന്നാൽ നിൽക്കാനും ഇരിക്കാനും ഒക്കെയുള്ള സ്ഥലമുണ്ട്. ആവശ്യത്തിന് ആൾക്കാർക്ക് നിന്ന് ദേവിയെ തൊഴാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ചോറുണ്ണാനുള്ള സമയമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പോറ്റി വന്നു. ഞങ്ങൾ ചോറുണ്ണാനുള്ള പരിപാടിയൊക്കെ വാവയ്ക്ക് കൊടുക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി പുറകിൽ നിന്ന ഒരാളെയാണ് കൊടുത്തത്. പുള്ളിക്കാരൻ്റെ വിരലാണ് കാണുന്നത്. മുന്നേ അക്ഷര വീഡിയോ എടുക്കുന്നുണ്ട്. അതുകൂടാതെ പുറകിലാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് എടുക്കാനാണ് കൊടുത്തത്. പുള്ളിക്കാരനെ എടുത്തത് വൃത്തിയായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഞങ്ങൾക്ക് വീഡിയോ നല്ല കിട്ടി.